ഗൈസ്, ഈ പേഴ്സണൽ ബാറ്റ് ഇതെൻ്റെ പേഴ്സണൽ ബാറ്റാണ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്റിൻ്റെ ലൈഫ് ഇൻക്രീസ് ആവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോർമൽ ഒരു ബാറ്റ് ഇപ്പോൾ 1 year ഒക്കെ കിട്ടുന്നതാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ദാൻ 2 year 3 year. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമ്പർ 1 ബാറ്റ് ഡാമേജ് ആവാൻ പോസിബിലിറ്റീസ് ഉള്ള അതിൻ്റെ ടോ പാർട്ടാണ്. ഞങ്ങൾ ടോ ഗാർഡ് ബാറ്റ് ഓൾറെഡി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം. ഗാലക്സിയിൽ കംപ്ലീറ്റ് ഇതിൻ്റെ ടോ ഗാർഡ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടൊരു 10-20 മാച്ചൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നല്ലൊരു ലോങ് ഇന്നിങ്സ് ഒക്കെ കളിക്കുകയാണെങ്കിൽ ഈ ടോ ഗാർഡ് ചിലപ്പോൾ ഇളകിപ്പോവും, ഓവറായിട്ട് നിലത്ത് ഇടിക്കുകയാണെങ്കിൽ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വരാം, ഷോപ്പിലേക്ക് വന്നിട്ട് മാറ്റാം. ഇതൊക്കെ ചെറിയ എമൗണ്ടേ ആവുള്ളൂ. ടോ ഗാർഡൊക്കെ മാറ്റുന്നതിന് 5 dirhams എങ്ങനെ ചാർജ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ വേറെ എന്ന് വെച്ചാൽ പിന്നെ ഈ ത്രെഡ് ഇളകിയിട്ടുണ്ടെങ്കിൽ ത്രെഡ് പുതിയതായിട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ. പിന്നെ വേറെ ഇതിനെ ഓയിൽ ഇട്ടിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഓയിൽ, ഇത് സിറാജ് യൂസ് ചെയ്യുന്ന ബാറ്റായിരുന്നു. അവന് കുറേ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് 1 year. എന്നിട്ട് അവൻ എനിക്ക് തന്നത്, ഞാനിപ്പോൾ അവന് യൂസ് ചെയ്യുന്നത്. പക്ഷേ നല്ല സ്ട്രോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ബാറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇത് വന്നിട്ട് ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിന് ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആയി പോകത്തില്ല. ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രോക്ക് അതുപോലെ ജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഡ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ ഓയിലിംഗ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഈ കണ്ടൻറ്റ് വെയിറ്റ് ബാലൻസ് അതുപോലെ തന്നെ ഉണ്ടാവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അത്രയധികം ഇത് ഒരുപാട് ടീമിനെതിരെ നല്ല കളിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഹിറ്റിങ്സൊക്കെ വേറെ ലെവലാണ്, ബോളിന് ട്രാവലിങ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറേ യൂസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബാറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് കളയാൻ പാടില്ല. അത് നിങ്ങൾ നേരെ റിപ്പയറിങ്ങിന് കൊണ്ടുവരാം. ഈ ഗ്രിപ്പൊക്കെ അഴിച്ചിട്ട് ഇതിനെ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് 2 layer 3 layer ഹാൻഡിലൊക്കെ ഉണ്ട് കെയിന്. അപ്പോൾ ഈ കെയിന് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് അവിടെ ചില ഏരിയാസിൽ ഗ്ലൂ ചിലപ്പോൾ ഇതായിട്ടുണ്ടാവും, ഗ്ലൂ റബ്ബർ ചിലപ്പോൾ കട്ടായിട്ടുണ്ടാവും. ഓക്കെ, അതിൽ കോക്ക് റബ്ബറാണ് ഇപ്പോൾ വരുന്ന കംപ്ലീറ്റ് ബാറ്റിൽ വരുന്നത്. അപ്പോൾ അതിൽ ഡാമേജസ് ഉണ്ടാവില്ല. അപ്പോൾ നോർമലായിട്ടുള്ള അതിൽ റിപ്പയർ ചെയ്തിട്ട് ത്രെഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റ് ആവും. ഓക്കെ, താങ്ക് യു. ഞാനുണ്ട്.